അസഭ്യവാക്കുകൾ പൊതുയിടങ്ങളിൽ ഉപയോഗിക്കുന്നവരെ നമ്മൾ പൊതുവെ മാന്യന്മാരായി കാണാറില്ല. അങ്ങനെ ഉപയോഗിക്കുന്നത് മാന്യതയ്ക്ക് നിരക്കുന്ന കാര്യമല്ല എന്ന പൊതുബോധം നമുക്ക് എല്ലാം ഉണ്ട് താനും. അതുകൊണ്ട് പൊതു ഇടങ്ങളിൽ ഇത്തരം അസഭ്യ വാക്കുകൾ ഉരുവിടുന്നവരെ നമ്മൾ പബ്ലിക് ന്യൂസൻസ് അഥവാ പൊതുശല്യം ആയിട്ടാണ് കാണാറ്. അത്തരക്കാരോട് ഇടപെടുന്നതിൽ നമ്മൾ കൊച്ചുകുട്ടികളെ വിലക്കുന്നതും സർവ്വസാധാരണമാണ്. അതിപ്പോൾ സ്വന്തം വീട്ടിൽ തന്നെയുള്ള ആളാണെങ്കിൽ പോലും വായെടുത്താൽ തെറി മാത്രം പറയുന്ന ഒരാളുണ്ടെങ്കിൽ വിവരവും ബോധമുള്ള രക്ഷിതാക്കൾ കുട്ടികളെ അയാളോട് ഇടപഴകാൻ അനുവദിക്കാറില്ല എന്നതാണ് പൊതുവെ കണ്ടുവരുന്ന ഒരു കീഴ്വഴക്കം. നേരെ മറിച്ച് രക്ഷിതാക്കൾ ഇതുപോലെ വായെടുത്താൽ അസഭ്യം മാത്രം പറയുന്നവരാണെങ്കിൽ ആ വീട്ടിലെ കുട്ടിയും ഏറെക്കുറെ അങ്ങനെ തന്നെയായിരിക്കാനാണ് സാധ്യത. ഈ കുട്ടിയുമായി ഇടപഴകാൻ മറ്റു കുട്ടികൾ എന്നല്ല മുതിർന്നവർ പോലും ഒന്ന് മടിച്ചേക്കാം എന്നതും ഒരു സത്യാവസ്ഥയാണ്. പറഞ്ഞു വരുന്നത് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ട്രെൻഡിങ് ആയ തൊപ്പിയുടെ വിഷയം തന്നെയാണ്. ഇപ്പോൾ കത്തി നിൽക്കുന്ന രാഷ്ട്രീയ വിവാദങ്ങളെക്കാൾ കത്തിക്കയറി നിൽക്കുകയാണ് തൊപ്പി എന്ന യൂട്യൂബറുമായി ബന്ധപ്പെട്ട വിഷയം. തൊപ്പിയെ പറ്റി പറഞ്ഞാൽ ആദ്യം പറഞ്ഞ വാ തുറന്നാൽ അസഭ്യം മാത്രം പുലമ്പുന്ന ഒരു വിഭാഗത്തിൽപ്പെട്ടയാളാണ് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇയാളുടെ യൂട്യൂബിൽ ഇയാൾ പോസ്റ്റ് ചെയ്യുന്നത് മുഴുവൻ തെറികളാണ്. ഈ തെറികളാണ് ഇയാൾക്ക് ആരാധകരെ ഉണ്ടാക്കി കൊടുത്തത്. നമുക്കറിയാം, നമ്മുടെ നാട്ടിൽ നിരവധി യൂട്യൂബർമാരുണ്ട്. സുജിത് ഭക്തനെ പോലെ അല്ലെങ്കിൽ ഫിറോസ് ചുട്ടിപ്പാറയെ പോലെ മാന്യമായി വ്ലോഗ് ചെയ്യുന്ന നിരവധി യൂട്യൂബർമാർ നമ്മുടെ ഇടയിലുണ്ട്. ഇവർക്കെല്ലാം നിരവധി ആരാധകരുണ്ട്. ഇവർക്കൊക്കെ ഉള്ളതുപോലെ ഒരു ആരാധക വൃന്ദം തൊപ്പി എന്ന തെറി മാത്രം കൈമുതലാക്കിയ തൊപ്പിക്ക് ഉണ്ടായി വന്നു എന്നതാണ് നമ്മൾ പ്രത്യേകം കാണേണ്ട കാര്യം. അതിൽ എടുത്തു പറയേണ്ട കാര്യം തൊപ്പിയുടെ ഫാൻസ് ബഹുഭൂരിപക്ഷവും കുട്ടികളാണ് എന്നതാണ്. ഈ കുട്ടികളെല്ലാം തൊപ്പി എന്ന മുഹമ്മദ് നിഹാദിന്റെ ആരാധകരായത് എന്ത് കണ്ടിട്ടാണ് എന്നാണ് നമ്മൾ ചിന്തിക്കേണ്ട വിഷയം. സോഷ്യൽ മീഡിയ ഇത്രത്തോളം ആഘോഷിക്കാനുള്ള എന്ത് കണ്ടന്റാണ് തൊപ്പി എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന നിഹാദ് എന്ന ഈ ചെറുപ്പക്കാരൻ നമുക്ക് തരുന്നത് എന്ന് നമ്മൾ പരിശോധിക്കേണ്ടതാണ്. ലൈവ് സ്ട്രീമിങ്ങിലൂടെ വന്ന് കമന്റ് നൽകുന്നവരെ അശ്ലീല ചുവയോടെയും പച്ചത്തെറി വിളിച്ചും സംസാരിക്കുന്നത് ഇവിടുത്തെ ഒരു വിഭാഗം കുട്ടികൾ ഏറ്റെടുക്കുന്നു എന്നത് വളരെ വേദനിപ്പിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. നമ്മൾ ഓരോ വ്യക്തികളെ ഇഷ്ടപ്പെടുന്നത് അവരുടെ ചില സ്വഭാവ സവിശേഷതകളൊക്കെ കണ്ടിട്ടാണ്. അങ്ങനെ തൊപ്പിയുടെ തെറിയും അസഭ്യവും കണ്ടാണ് കുട്ടികൾ തൊപ്പിയുടെ ഫാൻസായി മാറിയത് എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ. കുട്ടികളുടെ കാഴ്ചപ്പാടിൽ തെറി പറയുന്ന തൊപ്പി അവർക്ക് ഹീറോയാണ്. ഇങ്ങനെ ഒരാളെ കുട്ടികൾ ഹീറോയായി കണക്കാക്കുന്നു എന്നുള്ളിടത്താണ് നമ്മൾ നേരത്തെ പറഞ്ഞ കുട്ടികളെ തെറി പറയുന്നവരുമായി ഇടപെടാൻ അനുവദിക്കാത്ത മാതാപിതാക്കൾ ഹീറോകളാകുന്നത്. സിനിമകളിൽ അസഭ്യ പദപ്രയോഗങ്ങൾ നടത്തുമ്പോൾ ബീപ്പ് ഇടുന്നതും നമ്മൾ തൊപ്പിയുടെ വാർത്തകളുമായി ചേർത്ത് വായിക്കേണ്ടതുണ്ട്. സിനിമകളിൽ തെറി ഇടുന്നതിൽ തെറ്റൊന്നും ഇല്ല എന്നും ചുരുളിയിലെ തെറിപ്രയോഗങ്ങൾ ഡയറക്ടേഴ്സ് ബ്രില്യൻസ് ആണെന്നും ആഘോഷിക്കുന്നവരും തൊപ്പിക്ക് വേണ്ടി റോഡ് ബ്ലോക്ക് ചെയ്ത കുട്ടികളുടെ അവസ്ഥ ഒന്ന് ആലോചിക്കണം. അതുപോലെ തൊപ്പിക്കെതിരെ ഇപ്പോൾ ശബ്ദം ഉയർത്തുന്നവർ ചുരുളി പോലുള്ളൊരു തെറി സിനിമ റിലീസ് ചെയ്തപ്പോൾ എവിടെയായിരുന്നു എന്നും ചിന്തിക്കേണ്ടിയിരിക്കുന്നു.